ചാലക്കുടിയൊന്നും നമ്മുടെ സീറ്റല്ല, കേരള കോൺഗ്രസിൻ്റെ. പാലക്കാട് സ്വതന്ത്രനാണ്, ഞാൻ പറയാം. ഇപ്പോൾ 75 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലാണ് മത്സരിക്കുക. പിന്നെ സ്വതന്ത്രന്മാർ കുന്നമംഗലം PTA റഹീം, താനൂര് വി അബ്ദുറഹ്മാൻ, വേങ്ങര മുഹമ്മദ് സബാഹ് കുണ്ടുകുഴിയിൽ, നിലമ്പൂർ യു ഷറഫലി, തവനൂർ KT ജലീൽ, ചവറ ഡോക്ടർ സുജിത് വിജയൻ. ഈ 6 പേര് സ്വതന്ത്രന്മാരായിട്ട് പാർട്ടി സീറ്റിലെ സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കുന്നവരാണ്. പിന്നെ ചില സീറ്റുകളിൽ ഇനി സ്വതന്ത്രന്മാരെ നിശ്ചയിക്കേണ്ടതുണ്ട്, അത് പിന്നീട് നിശ്ചയിക്കുക ചെയ്യും. കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂര്, പാലക്കാട്. കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട്. ഇത് സ്വതന്ത്രന്മാരാണ് മത്സരിക്കുന്നത്, അപ്പോൾ അത് പിന്നീട് തീരുമാനിക്കും. മാഹി ഈ പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടാണ്. അഡ്വക്കേറ്റ് T അശോക് കുമാർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അഡ്വക്കേറ്റ് T അശോക് കുമാർ. പാലക്കാട് കഴിഞ്ഞു. അല്ല, കൊണ്ടുവന്നില്ല, തിരക്ക് പിടിക്കണ്ടല്ലോ, അത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അതെല്ലാം ഇല്ല, വിസ്മയ പാർക്ക് കിട്ടില്ല. അല്ല, കേരള കോൺഗ്രസും അതുപോലുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ച ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അതല്ല, നമുക്ക് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണമല്ലോ. കോവളത്തൊക്കെ നമ്മുടെ സീറ്റിൽപ്പെട്ടതല്ല, പാർട്ടി സീറ്റ്. പാർട്ടി ആരുടെ സീറ്റ് ഏറ്റെടുക്കുന്നില്ല. അതെങ്ങനെ തീരുമാനിക്കുന്നത്? ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതല്ലോ. CPIMൻ്റെ സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്വതന്ത്രന്മാരായിട്ട് 5 സീറ്റ് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ആ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഞങ്ങളുടെ മത്സരിക്കുന്ന എല്ലാ സീറ്റും പൂർണ്ണമാവും. അത് 2 ദിവസം കൊണ്ട് അത് ഉൾപ്പെടെയാണ് 86. ഇല്ല, 86. കോവളം മണ്ഡലത്തിലെ ISKD ആണെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥി അല്ല, അതൊക്കെ ചർച്ച ചെയ്ത് പൂർത്തിയായിട്ടില്ല. ഇല്ല. അതിപ്പോൾ അതിൻ്റെ കേസ് 16-ാം തീയതിയാണ് അതിൻ്റെ വിധി. നാളെ കേസിൻ്റെ വിധിയും കൂടി നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അയാൾ സ്വന്തമായിട്ട് തന്നെയല്ല മത്സരിച്ചത്. അല്ലല്ല, ആര് പറഞ്ഞു? അതിപ്പോ അവർ മാത്രമല്ല, നമ്മുടെ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളൊക്കെ എത്രയോ കാലമായിട്ട് നമുക്ക് സ്വതന്ത്രന്മാരെന്ന രീതിയിൽ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചവറയിലോ? അല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ. തവനൂര് KT ജലീൽ മുമ്പ് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ മത്സരിച്ചു. അദ്ദേഹം പാർട്ടി മെമ്പർ ഒന്നുണ്ട്. താനൂര് അത് തന്നെയാണ്. താനൂരും അത് തന്നെയാണ് സ്വതന്ത്രനായിരിക്കുന്നു. അതൊന്നും ഞാനിപ്പോൾ ഓരോന്നോരോന്നും പറയണ്ടില്ല, അതിൻ്റെ ഓരോ കാരണങ്ങളെ പറ്റിയല്ലല്ലോ. ഏതായാലും ഇപ്പോഴും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. അതെ, അത് തന്നെ പ്രഖ്യാപിച്ചു. അത് ഒഴിച്ചിട്ടേ ഉള്ളൂ. അതിനെന്താ വീഡിയോ കുഴപ്പം? 5 ഒഴിച്ചിട്ട്
അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങൾ ഉറപ്പായിട്ട് തീരുമാനിച്ച സ്വതന്ത്രന്മാരുടെ പറ്റി പറഞ്ഞത്. ഇനി സ്വതന്ത്രന്മാരായിട്ട് തന്നെ മത്സരിക്കുന്ന ചിലരെ തീരുമാനിക്കേണ്ടിയുണ്ട്. അത് തീരുമാനിച്ചിട്ട് പറയാം. 2 ദിവസം മാക്സിമം 2 ദിവസം. ഇനി സമയമില്ലല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും. അതുകൊണ്ട് വലിയ സമയമില്ല. വിഷുവിന് മുമ്പ് തന്നെ ഇലക്ഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് പോകേണ്ടി വരും. ഏപ്രിൽ 9-ാം തീയതിയാണല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. പ്രാദേശികമായി ചില എതിർപ്പുകൾ, ഉദാഹരണം മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രാദേശികമായ എതിർപ്പുകളെ കണക്കെടുക്കാതെ നമ്മൾ തീരുമാനിച്ചതാണ്. അല്ല, മഞ്ചേശ്വരത്ത് എന്ത് എതിർപ്പുണ്ട്? അതൊക്കെ അഭിപ്രായങ്ങളൊക്കെ സഹാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കണക്കെടുക്കണ്ടില്ല. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ സ്വതന്ത്രനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 5 മണ്ഡലത്തിലും സ്വതന്ത്രന്മാരെയാണ്.